വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മറച്ചുവെച്ചു എന്ന് CBI. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇത് മാതാപിതാക്കൾക്ക് ഒരു തിരിച്ചടി തന്നെയല്ലേ? ഈ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി, നീതി ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം നിയമപോരാട്ടം നടത്തിയ മാതാപിതാക്കളെ ഇപ്പോൾ CBI പ്രതി ചേർത്തിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കുറ്റപത്രം നൽകിയിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, പീഡന വിവരം മറച്ചുവെച്ചു എന്നതാണ് ഇത്തരത്തിൽ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നതിലേക്ക് കാരണമായതായി CBI പറയുന്നത്. CBIയുടെ തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് ഇവരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾക്കെതിരെ. ഏതായാലും വളരെ പ്രമാദമായ കേസാണ്. നമുക്കറിയാം, ഈ വാളയാറിലുള്ള 9 11 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നു. അതിൽ നിരവധി പ്രതികളുടെ പേര് വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നു. ആദ്യം ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്നു. പക്ഷേ ലോക്കൽ പോലീസിന് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളത് കണ്ടെത്തുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും പല തരത്തിലുള്ള പാകപ്പിഴകളും മറ്റുമൊക്കെ വരുന്നു. തുടർന്നാണ് ഈ കേസിൽ CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയരുന്നത്. പിന്നീട് CBI അന്വേഷണത്തിലും പലവിധ പോരായ്മകൾ പറയുന്ന ആരോപണമായി വാളയാർ പെൺകുട്ടികളുടെ അമ്മയുൾപ്പെടെയുള്ളവർ CBIയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായതായും, അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കുന്നതിനുൾപ്പെടെയുള്ള വീഴ്ചകളൊക്കെ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ഈ CBIയുടെ അന്വേഷണം അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ ഏറ്റവും പുതുതായിട്ടുണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിൽ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും കുടുംബം ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർ അല്ല CBIയുടേത് കോടതിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കോടതിയിൽ തങ്ങൾ ആവശ്യപ്പെട്ട വ്യക്തിയല്ല ഉണ്ടായിരുന്നത്. അങ്ങനെ തങ്ങൾ ആവശ്യപ്പെട്ട വ്യക്തിയെ ആണ് പ്രോസിക്യൂട്ടർ ആക്കിയതെങ്കിൽ ഇത്തരത്തിൽ തങ്ങളെ പ്രതി ചേർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ള ആരോപണം ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോഴും പെൺകുട്ടികളുടെ അമ്മയും മറ്റും അത്തരം പ്രതികരണം നടത്തുന്നുണ്ട്. അതായത് കട്ടവിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പ്രതിയാക്കുകയാണ് CBI എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ മനസാക്ഷി തന്നെ ഞെട്ടിച്ചിട്ടുള്ള വളരെ 9 13 മാത്രം വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായ ആ ഒരു ദാരുണ സംഭവത്തിലാണ് ഇപ്പോൾ ഏതായാലും CBIയുടെ അന്വേഷണം അതിന്റെ അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി പ്രതിയായിരിക്കുന്നത്. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പീഡന വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് കുറ്റം. ജിജീഷ് കരുണാകരൻ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി CBI പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പീഡന വിവരം മറച്ചു വെച്ചു എന്നാണ് CBI പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ ജിജീഷ്? അന്നമേർ, ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറിൽ 13 9 വയസ്സുള്ള സഹോദരങ്ങളായ പെൺകുട്ടികളെ 2017 ജനുവരിയിലും മാർച്ചിലുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ ഇപ്പോൾ പ്രതിചേർത്തുകൊണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. അത്തരം കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഇപ്പോൾ CBI കടന്നിരിക്കുന്നതും CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും. എറണാകുളം CBI കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെയുള്ള കുറ്റപത്രം CBI നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഏറെ വിവാദമായ ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടും അതിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് ചൂണ്ടിക്കാണിച്ചും എല്ലാം തന്നെയുള്ള നിരവധി വാദപ്രതിവാദങ്ങൾ എല്ലാം തന്നെ നടന്നിരുന്നു. നിരവധി വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസിലാണ് ഇപ്പോൾ CBI ഈ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മരിച്ച കുട്ടികളുടെ അടുത്ത ബന്ധുക്കൾ അടക്കം ഒരു ഈ കേസിൽ പ്രതികളായിരുന്നു. പിന്നീട് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലവും ഈ കേസിന് ഉണ്ടായിരുന്നു. വളരെ കേസുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെട്ട ആൾ CBI അന്വേഷണം നടക്കുന്ന കേസിൽ
പ്രതിയായിരുന്നു. ഇത് കേസിൽ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന ഒരു പശ്ചാത്തലവും ഈ കേസിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CBI ഇപ്പോൾ ഇതും കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. CBIയിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും പ്രതിയെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ തന്നെ ഇതിന്റെ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. യെസ്, വളയാ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മറച്ചുവെച്ചെന്ന് CBI ബലാത്സംഗ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. അരുൺ, മാതാപിതാക്കളുടെ പ്രതികരണം ലഭിച്ചോ? ഈ CBI കുറ്റപത്രം സമർപ്പിച്ചതിൽ മാതാപിതാക്കളുടെ പ്രതികരണം തേടിയോ? ഇങ്ങനെ പ്രതി ചേർക്കുന്നതിനെക്കുറിച്ച് അവർക്ക് നേരത്തെ അറിയാമായിരുന്നോ? അതോ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോഴാണോ അവർ അറിയുന്നത്? നിലവിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഈ വിവരം രക്ഷിതാക്കൾ അറിയുന്നത്. ഏതായാലും വിഷയത്തിൽ അവർ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടവനെ പ്രതിയാക്കുന്ന നടപടിയാണ് CBIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മാത്രമല്ല CBIയുടെ അന്വേഷണം ശരിയല്ല എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണവും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, 2019 ഒക്ടോബറിലാണ് ഈ വാളയാർ കേസിലെ പ്രതികളെ വിചാരണ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പെൺകുട്ടികളുടെ അമ്മ നടത്തിയ നിരന്തര പോരാട്ടങ്ങൾക്കും ഒക്കെ ഒടുവിലായിരുന്നു കേസ് CBI ഏറ്റെടുത്തത്. ഏതായാലും CBI ആദ്യം കുറ്റപത്രം 2021 സമർപ്പിക്കുകയുണ്ടായി. 2021 കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ പെൺകുട്ടികളുടേത് ആത്മഹത്യ എന്നായിരുന്നു CBI കുറ്റപത്രത്തിലുണ്ടായത്. നിരന്തരമായ ശാരീരിക പീഡനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നും CBI കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ അതിനെതിരെ അന്ന് വലിയ വിമർശനം ഉയർന്നു. മുൻ അന്വേഷണ സംഘത്തിന്റെ തെറ്റ് CBIയും ആവർത്തിക്കുകയാണെന്നായിരുന്നു അന്ന് ഈ വിഷയത്തിൽ ആരോപണമായിട്ട് ഉയർന്നത്. മാത്രമല്ല, കുട്ടികളുടേത് ആത്മഹത്യയല്ല, അത് കൊലപാതകം തന്നെയാണെന്നായിരുന്നു കുടുംബം നിരന്തരം പറഞ്ഞത്. തുടർന്നാണ് ആ CBI കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വീണ്ടും ഒരു തുടർ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയർന്നത്. നേരത്തെ ഡമ്മി പരിശോധനയും മറ്റുമൊക്കെ CBI സംഘം നടത്തിയിരുന്നുവെങ്കിൽ പിന്നീട് പുതിയ സംഘം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി അവരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു ടീം കൂടെ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുന്നു. രണ്ടാമത് വന്ന തുടർ അന്വേഷണത്തിൽ ഏതായാലും അതിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലാണ് ഈ പെൺകുട്ടികളുടെ അമ്മ കൂടി അതുപോലെ തന്നെ അച്ഛൻ കൂടെ പ്രതിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ഏപ്രിൽ 1 ഈ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം CBI ഏറ്റെടുത്തത് 2021 ഡിസംബർ 27 കോടതിയിൽ അന്ന് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് തുടർ അന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അമ്മയും അച്ഛനെയും കൂടെ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടൽ തന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. മാത്രമല്ല, കേസിൽ എന്തെല്ലാം തരത്തിലുള്ള ഈ കുറ്റപത്രത്തിൽ മറ്റെന്തൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ രക്ഷിതാക്കൾ കുറ്റക്കാരാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണത് പീഡന വിവരം മറച്ചു വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രേരണ ഇതിനെ ചോദ്യം ചെയ്ത് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന സൂചന വല്ലതും നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും എന്നുള്ളത് തന്നെയാണ്. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയിൽ അവർക്ക് കൃത്യമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള നടപടികളിലേക്ക് അവർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കുടുംബം അറിയുന്നത്. മാത്രമല്ല, അവർ ഇപ്പോഴും ഇത് കൊലപാതകമാണ്. നേരത്തെ CBIയുടെ സംഘം തന്നെ ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അത് കൊലപാതകമാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ തെളിയിക്കുന്നതിന് CBIക്ക് പലപ്പോഴും കഴിയുന്നില്ല. മാത്രമല്ല, ആരൊക്കെയാണ് കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉൾപ്പെടെ കുടുംബം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവാതെ തങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളത് തീർത്തും ദൗർഭാഗ്യകരമാണ് എന്നുള്ളതാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ വിഷയത്തിൽ പറയുന്നത്. എന്തായാലും ഈ CBI ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി പ്രതി ചേർക്കുമ്പോൾ അതിൽ എന്താണ് ഈ കൂടുതൽ കാര്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തതകളും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കുറ്റപത്രത്തിലെ കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെയും ഈ വാളയാർ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എതിരെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന്
ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും എങ്കിലൊക്കെ പോലും തങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ കുട്ടികൾക്ക് നടന്നിട്ടുള്ള രീതി അതിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നിരന്തര സമര പോരാട്ടങ്ങളും മറ്റുമൊക്കെ വാളയാർ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നടത്തിയിരുന്നത്. ഏതായാലും ആ പോരാട്ടങ്ങളൊക്കെ തുടരുന്നു. പ്രോസിക്യൂട്ടറെ CBIയുടെ അന്വേഷണം തുടരന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞ വ്യക്തിയെ പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായിട്ടൊക്കെ ഇവർ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ കുടുംബത്തെ കൂടെ പ്രതി ചേർത്തിരിക്കുന്നത്. യെസ്, വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മാതാപിതാക്കൾ മറച്ചുവെച്ചു എന്നാണ് CBI പറയുന്നത്. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അരുൺ ആലത്തൂരും ജിജീഷ് കരുണാകരനുമാണ് വിവരങ്ങൾ നൽകിയത്.